Welcome back to Women's Era. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിന് റെഡി ആയിട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. We have with us Dr.Reeba Mary Issac. Doctor, thank you so much and welcome to Care and Cure. Thank you and it's a pleasure being here. Pleasure is mine, Doctor. Doctor, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇസ് ഓർത്തോഡോണ്ടിക്സ്. നമ്മൾ നേരത്തെ ഷോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ വ്യൂവേഴ്സിനോട് ഹൗ ഇമ്പോർട്ടൻറ്റ് ഓർത്തോഡോണ്ടിക്സ് ഇസ് ആൻഡ് വാട്ട് കാറ്റഗറി ഓഫ് ഡെന്റിസ്ട്രിയിലാണ് അത് പെടുന്നതെന്നും. പക്ഷെ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അവർ വ്യൂവേഴ്സ് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഓർത്തോഡോണ്ടിക്സ് എന്താണെന്നുള്ളത്? See, orthodontics എന്ന് പറയുന്നത് is a specialty branch of dentistry. In fact, orthodontics is one of the oldest branches of dentistry, and it usually deals with the irregularities of teeth as well as bones. Appam namakku sadharana oru everyone has a misconception that adu pallinte oru idile maatrana pedunnu, not at all. Growing individuals alling growing children la verumbol we also deal with modifying growth. Appam it's both irregularities of teeth ennacha pallu oru nereyil allenundengil pallu nere konduvara. That's the meaning of orthos ennu parayumba thanne oru Greek word aanu. It means straight. അപ്പം നമ്മൾ ക്രൂക്കഡ് ടീത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇഫ് ദ ബോൺസ് ആർ നോട്ട് വെൽ അലൈൻഡ് ഇൻ ദ ഫേസ് അത് നമ്മൾ ഒരു പരിധി വരെ നമ്മളത് മോഡിഫൈ ചെയ്യാൻ പറ്റും വിത്ത് ഗ്രോത്ത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ആസ് എൻ ഓർത്തോഡോണ്ടിസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ പലർക്കും ഉള്ള മിസ്കൺസെപ്ഷൻ ആയിരിക്കും ഡോക്ടർ. എനിക്കും ഇത് ടു എൻ എക്സ്റ്റെന്റ് ഐ വാസ് ഓൾസോ നോട്ട് അവെയർ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഓർത്തോഡോണ്ടിക്സ് എന്നല്ലേ, ഭംഗിക്ക് വേണ്ടി, അതായത് ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോഡോണ്ടിക്സിനെ കാണുന്നത്. അല്ലെങ്കിൽ ബാക്കി പല്ല് സംബന്ധിച്ചിട്ടുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളൊരു ഡെന്റിസ്റ്റിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ആസ് യു മെൻഷൻഡ് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ് നോട്ട് ഓൺലി എസ്തെറ്റിക്സ് അല്ലെ, അതിന് ഫങ്ഷണൽ ആയിട്ടുള്ള റെമഡീസും ഉണ്ട്. അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡെഫിനറ്റ്ലി. ബെനിഫിറ്റ്സ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ഒരു ഭൂരിഭാഗം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 70% അല്ലെങ്കിൽ ഒരു 80% വി സി ആൾക്കാരുടെ പല്ല് ഒരു നല്ല നിരയിലല്ല. അപ്പൊ അവര് വരുന്ന ഒരു ഓർത്തോഡോണ്ടിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് നമ്മുടെ പല്ലൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതിനുപരിയായിട്ട് there are two three areas where orthodontics really helps. For example, ഇപ്പം നമ്മുടെ ഒരു പല്ല് നല്ലൊരു നിരയിലല്ലെന്നുണ്ടെങ്കിൽ what happens is that particular tooth ഒരിക്കലും ഒരു ഓറൽ ഹൈജീൻ എത്ര നമ്മൾ ബ്രഷ് ചെയ്തെന്ന് പറഞ്ഞാലും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം what happens is ആ പല്ല് over time can catch caries, cavity, and അത് പിന്നെയും നമ്മൾ neglect ചെയ്ത് കഴിഞ്ഞാൽ tooth decay ഉണ്ടാവും. So imagine just because of an irregularity of teeth we are going on to bigger problems. അപ്പം definitely ഇങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ഒരു അലൈൻമെന്റ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ definitely we will be able to increase the oral hygiene as well as bring in the full functional efficiency of that patient, of the person. രണ്ടാമത്തെ കാര്യം, ചില ആൾക്കാരിൽ what we see is that upper jaw എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഓവർ ടൈം ചിലവരൊക്കെ അവരുടെ കീഴ്ത്താടി ഒരു സൈഡിലോട്ട് കൊണ്ടുവരും ബിക്കോസ് കടി കൊള്ളാൻ വേണ്ടി, മീൻസ് യു ഡോണ്ട് ഗെറ്റ് ദ ബൈറ്റ്. അപ്പം ആ കടി കൊള്ളുമ്പോഴത്തേനും വാട്ട്സ് ഹാപ്പനിങ് ഓവർ ടൈം the joint that connects the upper and the lower jaw, that comes somewhere here. Yes, just in front of the ear. That's called the temporomandibular joint. Our joint in the varanda is a very important joint because that is what connects the upper and the lower jaw. Apam over time ingithe individuals chewing irregularities undavum it causes a loading forces, wrong loading forces on the jaw, on the joint. And over time clicking undavam, vedana undavam. So it's all a progressive problem which we are not if we don't take care namakkanengi pinne veroru problem nu parayunnathu ippum kochu pillaril nammal kannunnaanu. You know that children as such they are more prone to falls, especially boys. അപ്പം നമ്മൾ നോക്കുമ്പം ഒരു കൊച്ചിന്റെ ഒരു പല്ല് നോക്കുമ്പോൾ if you find that their teeth are out, പ്രൊട്രൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ ദൻ പ്രൊട്രൂഷൻ പല്ലിന്റെ അപ്പർ ടീത്തും ലോവർ ടീത്തിന്റെയും ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പിള്ളേർ വീഴുമ്പം ദേ ബിക്കം മോർ പ്രോൺ ടു ഫ്രാക്ചേഴ്സ് ഓഫ് ദി അപ്പർ ടീത്ത്. അതായത് ഈ പല്ല് പൊന്തിരിക്കുന്നതുകൊണ്ട് ഇമ്പാക്ട് ഫുൾ ഏക്കുന്നത് exactly it will be the upper teeth that gets affected first. അപ്പം ഇങ്ങനത്തെ പിള്ളേരിൽ they are more prone to fractures of the upper teeth. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഓർത്തോ നേരത്തെ ചെയ്യുമ്പോൾ we are reducing the chances of such accidents. ഒഴിവാക്കാനല്ലേ നമ്മൾ. പിന്നെ there's another one main thing is that ഇപ്പൊ ഈയിടെ തന്നെ ഞാനൊരു പേഷ്യന്റ് she was a 37-year-old
woman. Okay. ഞാനാണെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. And then she told me, Doctor, thank you for doing this. I asked, what happened? She said, I was always called the mouse of the house. Oh, sure. So imagine how much exactly confidence exactly derogatory terms ഒത്തിരി ആൾക്കാരിൽ thankfully majority of the population they don't have really a problem. Correct. But there are so many people who have been called bad names in their childhood. Now imagine this child, this lady was around 37 years. 37. It's nearly 20 years since, or 20 or 25 years since her childhood. And she still remembers it. അപ്പം അത്രയ്ക്കും ingrained ആയിരിക്കും that amount of malocclusion problems. ആൾക്കാർ അങ്ങനെ പേര് വിളിക്കുമ്പോൾ അത്രയും ingrained ആണ്. So definitely it's a what do you say, a booster for self-image. ഒരു confidence definitely. അപ്പം more than aesthetics, I would say it's a big service that we can do for such patients. ശരിയാണ്. ശരിക്കും ഡോക്ടർ ഈ പറഞ്ഞ പോയിന്റ്, ആ പേഷ്യൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മൾ പോലും ഈവൻ ഐ ഹാവ് ബീൻ എന്താ പറയുക, ഐ എം എംബാരസ്ഡ് ടു അഡ്മിറ്റ്, ഞാനും ഇതുപോലെ സ്കൂൾ പ്രായത്തിൽ നമ്മൾ പിള്ളേരെ കളിയാക്കാറുണ്ട്. നമ്മൾ ബണ്ണി ടീത്ത് എന്ന് വിളിക്കും, നമ്മൾ അങ്ങനെ പല പേരുകളും. ഒരു പക്ഷെ ആ ഒരു പ്രായത്തിൽ നമ്മൾ അതിനൊരു ഇൻസൾട്ടായിട്ട് കാണുന്നില്ല, നമ്മൾ അതൊരു തമാശയായിട്ടാണ് കരുതുന്നത്. പക്ഷെ എത്രത്തോളമാണ് ഒരു കുട്ടിയുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യുന്നത്? Some people learn, they take it in their stride. പക്ഷെ if parents note that ഇത് ആ കുട്ടീനെ ബാധിക്കുന്നുണ്ട്, definitely they must come and seek help, അല്ലെങ്കിൽ seek treatment. Correct. Doctor, ഇപ്പോൾ orthodontics and dentistry രണ്ടും, is it right to say that orthodontics dentistryയുടെ ഒരു വിഭാഗമാണെന്ന് പറയാം അല്ലേ? ആ ഒരു അംബ്രലയിൽ വരുന്നതാണ്. Definitely. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഓർത്തോഡോണ്ടിസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു എ ഡെന്റിസ്റ്റ്? അത് യൂഷ്വലി ദാറ്റ്സ് എ വെരി ഫൈൻ ലൈൻ. നമുക്ക് അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം പിള്ളേരെ കാണുന്നത് യൂഷ്വലി ജനറൽ ഡെന്റിസ്റ്റ്, ഇല്ലെന്നുണ്ടെങ്കിൽ പീഡിയോഡോണ്ടിസ്റ്റ്. പീഡിയോഡോണ്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിള്ളേരിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡെന്റിസ്റ്റ്. എക്സാക്ട്ലി. അപ്പം ഇങ്ങനത്തെ ഡോക്ടേഴ്സ് ആണ് കൂടുതലും, എസ്പെഷ്യലി ജനറൽ ഡെന്റിസ്റ്റ് ആണ് കൂടുതലും പിള്ളേരെ കാണുന്നത്. അപ്പം അവർ എസ്പെഷ്യലി എന്തെങ്കിലും ബൈറ്റിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറയുവാണ് ദാറ്റ് ഇറ്റ്സ് വൈസ് ടു മീറ്റ് എൻ ഓർത്തഡോണ്ടിസ്റ്റ്, ഐ വുഡ് ഓൾവേസ് സേ നെവർ ഡിലേ അങ്ങനത്തെ പിള്ളേരിൽ എസ്പെഷ്യലി. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ, 90% ഓഫ് ദ പോപ്പുലേഷൻ, അവരുടെ ജോസ് ആർ വെൽ പ്ലേസ്ഡ് ഇൻ ദർ ഫേസ്. അവരുടെ ഫേസിൽ നല്ല ഹാർമണിയിലാണ് അപ്പറും ലോവർ ജോസ് ഇരിക്കുന്നത്. പക്ഷേ ദർ ഇസ് അനദർ 10% or ഒരു 15% ഓഫ് പോപ്പുലേഷനിൽ അവരുടെ ഒന്നെങ്കിൽ മേൽത്താടി അല്ലെന്നുണ്ടെങ്കിൽ കീഴ്ത്താടി, അപ്പുറം മീൻസ് ഒന്നെങ്കിൽ ഒത്തിരി പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി താന്നായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനത്തെ ആൾക്കാർ വിൽ ബി സ്ട്രൈക്കിംഗ്ലി ഡിഫറെന്റ് ഫ്രോം ദ നോർമൽ പോപ്പുലേഷൻ. They will be strikingly different. അപ്പം if by any chance അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ it is only at a stage where growth occurs. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലയൻസസ് ഞാനിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ബ്രേസസ് അല്ല. What I mean is functional appliances like growth modifying appliances. ഈ appliances എന്ന് പറയുന്നത് ബ്രേസസിനെ കാട്ടിലും it's different. It's not the same. അപ്പം ചില ആൾക്കാരിലെ അത് ആവശ്യമുള്ളൂ. But when we give it to them, they think, are we doing the right treatment? അങ്ങനെ അവർക്കൊരു പേടിയാണ്. കാരണം ഇത് ശരിക്കും ഡോക്ടർ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇതുപോലെ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ കാണുന്നത് അങ്ങനെ ഒരു അപ്ലയൻസ് ഇട്ടിട്ട്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ക്ലാരിഫൈ ഇത് എന്താണെന്നുള്ളത്. എൻ്റെ ഓർമ്മയിലുള്ളത് ഇതാണ്, ഡോക്ടർ ഒരു ജോസിൽ ഒരു അപ്ലയൻസ് ഫിറ്റ് ചെയ്തിട്ട് അത് എനിക്ക് തോന്നുന്നത് സ്കള്ള് വരെ ഇങ്ങനെ പോകുന്ന ഒരു അപ്ലയൻസ് ആണ് ആ കുട്ടി ധരിച്ചിരുന്നത്. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞത് ജോസിന്റെ അലൈൻമെന്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ലോവർ ജോ അപ്പർ ജോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ തള്ളിയിട്ടാണ്, താടി മുന്നോട്ട് തള്ളിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ചവയ്ക്കുമ്പോൾ ബൈറ്റ് ശരിയാവുന്നില്ല. That appliance would be usually chin cup. Chin cup എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ താടിയെല്ലാം ഒത്തിരി വളർച്ച കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിൻ കപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കീഴ്ത്താടി ഒത്തിരി പുറമോട്ടാണ്. And we want to increase facilitate its growth. We give other appliances. അതുപോലെ തന്നെ there are appliances for the less as well as more of the upper jaw. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുമുള്ള appliances ഉണ്ട്. പക്ഷെ as I said before, നമുക്ക് ഒരിക്കലും growth we can never
grow a mandible or we can never grow a lower jaw. But whatever expression genetically എന്ത് ആ കുട്ടിയിൽ ഉണ്ട് നമുക്കതൊരു full-fledged ആയിട്ട് കൊണ്ടുവരാൻ പറ്റും because of the appliance. Sometimes what happens is environmental കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ muscle imbalance കൊണ്ടായിരിക്കും ആ full growth express ചെയ്യാതെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ usually we say recommended age എന്ന് പറയുന്നത് 7 or 8 years ആവുമ്പോൾ, which is much earlier on than the usual time that people come to see an orthodontist. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരേത്? എന്റെ പേര് സജിത്ത് എന്നാണ്. കുറച്ചും കൂടെ ഉറക്കൊന്ന് സംസാരിക്കാമോ? ഹലോ, എന്റെ പേര് സജിത്ത് എന്നാണ്. പറഞ്ഞോളൂ. എന്റെ കുട്ടിയുടെ ഒരു പല്ലിന്റെ കാര്യം ഡൗട്ട് ഉണ്ടാകും, ഒരു കാര്യം അത് ചോദിക്കാനാണ് വിളിച്ചത്. സജിത്ത് എന്നല്ലേ? സോറി, പേര് സജിത്ത് എന്നല്ലേ പറഞ്ഞേ? സജിത്ത് ഡോക്ടറെ അടുത്ത് സംസാരിച്ചോളൂ കേട്ടോ. ഹലോ സജിത്ത്. ഡോക്ടർ, എന്റെ കുട്ടിക്ക്, ഇളയ കുട്ടിക്ക് 4.5 വയസ്സുണ്ട്. ജനിച്ചൊരു പല്ല് വന്നപ്പോ തൊട്ട് തന്നെ മുൻനിരയിലെ 4 പല്ലുകൾക്ക് കേടുണ്ട്. അപ്പൊ അന്ന് കാൽസ്യത്തിന് ഇത്തിരി ഡെഫിഷ്യൻസീസ് ഒക്കെ പറഞ്ഞ് മരുന്ന് കൊടുത്തു. ഇപ്പൊ പക്ഷെ വളർന്നു വന്നപ്പോഴും ആ പല്ല് കേടായി തന്നെ ഇരിക്കുവാണ്. അതിപ്പോ ഇനിയിപ്പോ വരുന്ന പുതിയ പല്ല് വരുമ്പോൾ അതെന്തെങ്കിലും ചെയ്യണോ? അത് ഇതിപ്പം എനിക്കിപ്പോൾ സജിത്ത് മനസ്സിലായിടത്തോളം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 വയസ്സാണ് കുട്ടിക്ക്. പല്ലിന് ഓൾറെഡി വന്നപ്പോൾ തന്നെ കേടായിരുന്നു. അത് മുൻനിരയിലെ 4 പല്ലുകൾ മാത്രം, മേളിലത്തെ 4 പല്ല്. കറക്റ്റ്. അപ്പം മേളത്തെ 4 പല്ല്, സാധാരണ ഒരു പല്ലും, ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പല്ലും കേടോടെ ഒരിക്കലും വരില്ല. യൂഷ്വലി അതൊരു ന്യൂട്രീഷൻ, നമ്മൾ എസ്പെഷ്യലി കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പം അതിന്റെ പ്രോപ്പർ കെയർ എടുക്കാത്തപ്പോഴാണ് സാധാരണ ഈ പല്ലുകൾക്കൊക്കെ കേട് സംഭവിക്കുന്നത്. അത് കുട്ടി 1.5 വയസ്സ് വരെ പാല് കുടിക്കില്ലായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു? ഉറങ്ങുമ്പോ കുടിക്കുമായിരുന്നോ? ഉറങ്ങുമ്പോൾ ശകലേ കുടിക്കുള്ളായിരുന്നു. അപ്പം പുറത്തുനിന്നുള്ള പാല് കൊടുത്താലും പാല് തീരെ കുടിക്കില്ലായിരുന്നു കുട്ടി. ഇല്ലില്ല, സാധാരണ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇൻആഡിക്വേറ്റ് ഓറൽ ഹൈജീൻ ആവുമ്പോഴാണ് ഇങ്ങനത്തെ പല്ലുകൾക്കൊക്കെ കേട് വരുന്നത്. പക്ഷേ അതിനോട് കാൽഷ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എൻ എഫക്ട്. ബിക്കോസ് ഈ പല്ലുകൾ എന്നൊക്കെ പറയുമ്പം പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഉണ്ടാവുന്ന പല്ലുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു കാൽഷ്യം സപ്ലിമെന്റ്സ് കൊടുത്താലൊന്നും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എ ഡിഫറൻസ്. ഇനിയും കുട്ടിക്ക് നല്ല രീതിയിൽ ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും മോസ്റ്റ് ഓഫ് ദ ടൈം, 90% ഓഫ് ദ ടൈം ഈ പല്ലുകൾ പോയി കഴിഞ്ഞിട്ട് അടുത്ത പല്ല് ഒരു റൗണ്ട് അബൌട്ട് 8 years 9 years ആകുമ്പോഴത്തേക്കും പുതിയ പല്ലുകൾ വരും. ആ പുതിയ പല്ലുകൾ വരുമ്പോഴത്തേനും ഇഫ് യു മെയിൻറ്റെയിൻ ഗുഡ് ഓറൽ ഹൈജീൻ, ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഹാവ് എ പ്രോബ്ലം. അങ്ങനെ ഒരു പ്രശ്നം കാണരുത്. ഡോണ്ട് എവർ ഗെറ്റ് ദ ഫീലിംഗ് ദാറ്റ് ഒരു കാൽഷ്യം ഡെഫിഷ്യൻസിയും കൊണ്ടാണ് നമുക്ക് ക്യാവിറ്റീസ് വരുന്നത്. ഈ പല്ല് കേടാവുന്നത് ഇസ് ബിക്കോസ് ഓഫ് കാരണങ്ങൾ എന്ന് പറയുന്നത് സലൈവയിൽ ഒത്തിരി ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ നമ്മൾ ഫുഡ് കഴിക്കുമ്പം ഇന്നാഡിക്വേറ്റ് ആയിട്ട് നമ്മൾ പല്ല് തേക്കാത്തപ്പോഴാണ് അത് അടിഞ്ഞുകൂടുന്നത്. അത് ബാക്ടീരിയയ്ക്കൊരു ഫുഡാണ്. ആ ബാക്ടീരിയ ആ ഫുഡിനോട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ആ ആസിഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ആസിഡാണ് ഈ പല്ലിനെ ഡീമിനറലൈസ് അല്ലെങ്കിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പം എന്നും ഈ കാൽഷ്യം സപ്ലിമെന്റും കൊണ്ട് നമുക്കൊരു പല്ലിനെ ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ട്രീറ്റ്മെന്റ് ആവില്ല. സോറി, ഇനിയും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇപ്പം ഒരു പീഡിയോഡോണ്ടിസ്റ്റിനെ കാണാം, ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് മോളിപ്പം 4.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം നോക്കുക അതിന് റൂട്ട് കനാലോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാവിറ്റിയോ ഫിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. ബിക്കോസ് ഈ പല്ലുകൾ ഇനിയും ഈ പല്ലുകളൊക്കെ പൊഴിഞ്ഞ് പുതിയ പല്ല് വരുന്ന സമയം എന്ന് പറയുന്നത് ഷീ ഹാസ് ടു ഗോ ത്രൂ അനദർ 3.5 years. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ തക്കതായ സമയം ആകുമ്പോഴത്തേക്ക് അത് തന്നെത്താനെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ല് വരും. താങ്ക് യു സജിത്ത്. താങ്ക് യു. ഓക്കെ ഡോക്ടർ, ഗോയിങ് ബാക്ക് ടു നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർത്തോഡോണ്ടിസ്റ്റിനെ എപ്പോഴാണ് കാണേണ്ടത്? ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചിരുന്നു 7 to 8 ആ ഒരു ഗ്രോത്ത് വരുന്ന സമയത്താണ്. പക്ഷെ ഈ 7 to 8 ആകുമ്പോഴാണോ മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോയിട്ട് അഡൽട്ട് ടീത്ത് വരുന്ന ഏജ് ആണ്? മിൽക്ക് ടീത്ത് സാധാരണഗതിയിൽ 6 to 7 years ആകുമ്പോഴത്തേക്കും ലോവർ ഫ്രണ്ട് ടീത്ത്
പോയി തുടങ്ങി പുതിയ പല്ലുകൾ വന്നു തുടങ്ങും. മാത്രമല്ല ബാക്ക് ടീത്തിലെ മൂളേഴ്സ്, നമ്മുടെ അണപ്പല്ല് വന്നു തുടങ്ങും. എക്സാക്ട്ലി. പക്ഷെ എല്ലാവരും സാധാരണ അതിനെ കെയർ എടുക്കാറില്ല, ബിക്കോസ് തിങ്കിങ് ദാറ്റ് ഈസ് പാൽപ്പല്ലാണ്, അത് പൊഴിഞ്ഞു പോകുന്നുള്ളത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് സോ. 6 years ബാക്കിൽ വരുന്ന അണപ്പല്ല്, ദ പെർമനന്റ് ടീത്ത്, ആൻഡ് അതിന്റെ ഇൻഫാക്ട് ആ 4 പല്ല്, upper left, upper right, lower right and lower left, they take up 50% of our biting, chewing forces. So 50% exactly. It's very sad, but that is the one heavily carious ana, and usually that is what usually goes in for extraction. Cavities ellam, because people are not aware that that is a permanent tooth. In fact, to be honest, I wasn't aware. Doctor ഇപ്പോ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്ന കാര്യം. ഇപ്പൊ ഓർത്തോഡോണ്ടിക്സിൽ പറയുവാണെങ്കിൽ പോലും ആ 4 പല്ല് എന്ന് പറയുന്നത് gives a lot of importance for further mechanics. നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പോലും അതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ആ പല്ലിനുണ്ട്. So it's very important that we take care of our ഈ 6 years ആകുമ്പോൾ തന്നെ it's very important oral hygiene, meet a dentist, and if by any chance ഒരു ജനറൽ ഡെന്റിസ്റ്റ് പറയാണ് ഇവരുടെ താടിയുടെ വളർച്ച അത്രയും ശരിയല്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ never meet an orthodontist. Round about 7 to 8 years, meet an orthodontist, because especially നമുക്കറിയാം ഗേൾസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ പ്യൂബർട്ടി എത്തുമ്പോഴത്തേക്കും the growth is almost complete. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു കേസസിൽ ഇപ്പൊ സിവിയർ പ്രോബ്ലംസ് ഉള്ള പിള്ളേർ വരുവാണെന്നുണ്ടെങ്കിൽ we can do nothing but probably give them a surgery option. So we can definitely avoid it if a child is coming in much earlier on. Okay, doctor caller ഉണ്ട്, കോളിലേക്ക് പോകാം. hello good afternoon. ആരാ വിളിക്കുന്നേ? My name is Sharjah. Rita. Yeah. Sharjah. Okay, Sharjah സംസാരിച്ചോളൂ ഡോക്ടർ അടുത്ത്. Okay, then good afternoon, doctor. Good evening, sorry. Good afternoon, Sharjah. Okay. Doctor, I just want to check with you. My daughter is 12 years. Okay, and her alignment of her teeth is not proper. Like the lower one is little inside, and on top also it is not properly aligned. Okay. So what do I do? Should I go in for the braces now itself? See, Sharjah, one thing is when we put braces, ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ പെർമനന്റ് ടീത്തും വന്നോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത്. ഇപ്പം യൂഷ്വലി ദ ലാസ്റ്റ് ടീത്ത് ടു ഇറപ്റ്റ് ഇസ് ദ കെനൈൻസ്. അപ്പം കോമ്പൽ എന്ന് പറയും. അപ്പൊ ആ കോമ്പൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ഈസ് ഓൾ സെറ്റ് ടു ഗോ ഫോർ braces. ഇല്ല canines അവളുടെ വീണിട്ടില്ല. So she can still wait. It's still there. Yeah, she can still wait, but it's always better ഒരു ഡെന്റിസ്റ്റിനെ അടുത്ത് കാണിച്ചിട്ട്, because many times ഈ കോമ്പൽ ലാസ്റ്റ്, because the canines are the last to erupt, സാധാരണ ഗതിയിൽ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ പോലും they might just fail to erupt altogether. അപ്പം നമ്മൾ ഒരു കേസ് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ക്രൗഡിംഗ് ഉണ്ട്, എത്രത്തോളം സ്പേസ് ഇല്ലായ്മയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് വി റിമൂവ് ദ മിൽക്ക് ടീത്ത് ആൻഡ് സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് ആസ് സൂൺ ആസ് പോസിബിൾ. Okay, but definitely she's a good time to start. Because she's 12, can I go in now? She's in 12th, is it? She's 12 years, yeah. 12 years? Yeah. 12 years, definitely. It is a good time to start. Okay, I can go in for it, right? Definitely. And is it painful or something? Because she's been asking me, is it painful? I said, I don't know. Painful, yes. Now, ennum pallu move cheyyumbam, Sharjah, pallu move cheyyumbam, there will be pain. പക്ഷേ നമ്മൾ ബ്രേസസ് ഇടുമ്പം ദാറ്റ് മാക്സിമം വൺ ഗുഡ് തിങ് അബൌട്ട് ഹർ ബീങ് എ ചൈൽഡ് ഇസ് അവരുടെ അഡാപ്റ്റീവ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. ഒരു അഡൾട്ട് ബ്രേസസ് ഇടുന്ന പോലെ അല്ല ഒരു കുഞ്ഞ് ബ്രേസസ് ഇടുമ്പോൾ. അവരുടെ മാത്രമല്ല അവരുടെ ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറയുമ്പം their teeth will move like cheese, because ആ സെയിം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോലും because their bone is so elastic and so soft, അത് വേഗം വേഗമായിരിക്കും അവരുടെ പല്ല് മൂവ് ചെയ്യുന്നത്. അപ്പം യൂഷ്വലി നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ടൈം നോക്കുമ്പം റൗണ്ട് അബൌട്ട് 1.5 to 2 years ആവാം. പിള്ളേരിൽ വി ആർ എക്സ്പെക്ടിങ് എ ഷോർട്ടർ ട്രീറ്റ്മെന്റ് ടൈം just because of the fact that അവരുടെ പല്ല് വേഗം മൂവ് ചെയ്യും. പക്ഷെ വേദന എന്ന് പറയുമ്പം യൂഷ്വലി ഫസ്റ്റ് വീക്ക് കുറച്ച് വേദന കാണും. അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോളറൻസ് ലെവൽ ഓഫ് ദ ഗേൾ. എല്ലാവർക്കും ഡിഫറെന്റ് ടോളറൻസ് ലെവലാണ് പെയിന്. സെയിം അപ്ലയൻസ് നമ്മൾ രണ്ടുപേർക്ക് ഇട്ട് കഴിഞ്ഞാൽ പോലും one person will have no pain. Another one person he would not have slept that night. It really depends upon the tolerance level. മാത്രമല്ല എല്ലാ adjustment visitലാണെങ്കിലും that pain will be there. But typically the pain is there for 3 to 5 days. An example, if it is done in India,
Okay. Can the maintenance be done here? That is another big misconception. Good, you brought it in here. Okay. Because the orthodontic treatment is expensive, they put it in India and they come here. Okay. But one thing I must tell you, തുടങ്ങി വെച്ചോ അവര് തന്നെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. Because you've heard this, many cooks can spoil the broth, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ഇസ് ഡയഗ്നോസിസ്, അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനിങ് ആൻഡ് ട്രീറ്റ്മെന്റ് എക്സിക്യൂഷൻ. എങ്ങനെ നമ്മൾ അത് കൊണ്ടുവരുന്നു അറ്റ് എവറി മന്ത്, ഇപ്പൊ എല്ലാ മന്തും അവർ കാണേണ്ടി വരും, ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണേണ്ടി വരും. സോ ഡെഫിനറ്റ്ലി ഒത്തിരി ട്രീറ്റ്മെന്റ് എക്സിക്യൂഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് is also very important. So it's always. I need to go to an orthodontist or I need to go to pediatrics? If you plan to do orthodontics, it's always best to show straight to an orthodontist. Okay, so this is which is an NMC in Nabha? അതെ ശ്രീജ, ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇല്ലേ, ചാനൽ ഡിയുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡോക്ടർ റീബയുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, അപ്പൊ വന്ന് കണ്ടോളൂ എന്നിട്ട്. താങ്ക് യു ശ്രീജ. പെയിൻ ഉണ്ടാവോ, അതാണ് അമ്മ ആസ് എ മദർ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഷീസ് definitely so many parents are worried about that. But the typically a pain of orthodontic, I'm talking about braces treatment. Okay doctor, sorry, ഒരു കോളറും കൂടി ഉണ്ട്, ആ കോൾ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഹലോ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് തോന്നുന്നു. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാത്? ഹലോ, പേര് പറയൂ. ഹലോ, അവിടെ ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ, കോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്, നമുക്ക് എന്താ അറിയില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇഫ് യു ആർ ലിസ്ണിംഗ് ആൻഡ് വാച്ചിങ്, പ്ലീസ് ഒന്നും കൂടെ ട്രൈ ചെയ്യൂ. റിയലി സോറി ഫോർ ദാറ്റ്. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഗോയിങ് ബാക്ക് ടു വാട്ട് വി വർ ഡിസ്കസിങ്, ഓർത്തഡോണ്ടിക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. ഡെന്റിസ്റ്റ് അടുത്ത് പോകുന്നത് തന്നെ ഒരു പേടി സ്വപ്നമാണ്. അതും ഓരോ അപ്ലയൻസ് ഒക്കെ പിടിപ്പിക്കുക, ബ്രേസസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് കുറച്ചും കൂടെ ഒരു വേഴ്സ് നൈറ്റ് മെയർ ആണ് എല്ലാവരുടെയും. The thing is, ഞാനിപ്പോൾ നേരത്തെ ആ അമ്മയോട് പറഞ്ഞതുപോലെ, ശ്രീജയോട് പറഞ്ഞതുപോലെ തന്നെ, it is an ideal time to start treatment, 12 to 14 years. അതിനെ നമ്മൾ വിളിക്കുന്നത് is a golden period. Because നല്ലൊരു സമയമാണ് to start orthodontics. That doesn't mean that ഒരു adult patient വന്നു കഴിഞ്ഞാൽ നമുക്ക് braces ഇടാൻ പറ്റില്ല. Absolutely not. അങ്ങനെയില്ല. Absolutely not. Doctor, sorry, call വന്നു തോന്നുന്നു. We'll go to the call. Hello. Good afternoon. ആരാ വിളിക്കുന്നത്? Good afternoon. എൻ്റെ പേര് ഭാഗ്യ എന്നാണ്. ഭാഗ്യ. ഓക്കെ ഭാഗ്യ, ഡോക്ടർ അടുത്ത് സംശയം ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ. യെസ് ഭാഗ്യ. ഡോക്ടർ, എനിക്ക് ഒരു മകളുണ്ട്, 1.5 വയസ്സേ ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒരു കനൈൻസ് ഒഴികെ ബാക്കി എല്ലാ ടീത്തും അവൾക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? Can you please repeat? 1.5 വയസ്സ് കുട്ടിക്ക് ആയിട്ടുള്ളൂ. ഓക്കെ. എല്ലാ ടീത്തും കുട്ടിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അത് കുഴപ്പമാണോ? സാധാരണഗതിയിൽ ഇതുവരെ കുട്ടികളൊന്നും കണ്ടത് ഇത്ര നേരത്തെ പല്ല് വന്നതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ ഭാഗ്യ, ഇതിനകത്ത് ഡോണ്ട് വറി അറ്റ് ഓൾ. ഇപ്പം സാധാരണ നമ്മളാണെങ്കിൽ 6 monthsോടെ നമ്മുടെ പല്ലുകളൊക്കെ വന്നു തുടങ്ങും. പക്ഷെ ദർ ഇസ് എ ലോട്ട് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ പീപ്പിൾ, ബിറ്റ്വീൻ ചിൽഡ്രൻ. നമ്മുടെ ആണെങ്കിൽ ചിലവർക്ക് ആദ്യത്തെ പല്ല് 8 മാസം, ചിലപ്പം 1 വയസ്സായിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ആർ in any way abnormal. 1.5 yearsനുള്ളിൽ എല്ലാം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ it simply shows that she has got a very premature dental age എന്നേ ഉള്ളൂ. So expect her. One more doubt is there. അവളുടെ പല്ലില് ചെറുതായിട്ടൊരു കേട് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. അതിനിപ്പം പിന്നെ ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ പേസ്റ്റ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കൈ കൊണ്ട് ചെയ്യുന്നതും ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതുമാണ്. അപ്പോ അതിന് വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും കെയർ എടുക്കേണ്ടതുണ്ടോ കേടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്? ഭാഗ്യ, if I'm not mistaken, you asked ഇപ്പം ബ്രഷ് ചെയ്താൽ ആ ക്യാവിറ്റി പോകുന്നാണോ? പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്, കൈ കൊണ്ടാണ് തേച്ചു കൊടുക്കുന്നത്. Okay, so the thing is, brush definitely use ചെയ്യണം. As soon as a child's tooth comes, you have to use a brush. But there are soft brushes available according to the age of the child. അതനുസരിച്ച് ഉപയോഗിക്കണം. പേസ്റ്റ് ഇറ്റ്സ് കഴിവതും ആ ചൈൽഡിന് ഒരു തുപ്പുന്ന ആ എബിലിറ്റി വരുന്ന വരെ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു പുട്ട് പേസ്റ്റ്. എസ്പെഷ്യലി നമ്മൾ കൊച്ചുങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കൊച്ചുങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ അവരെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ ഉറക്കാവൂ. ഹൗ എവർ
how much I've ever temper tantrums they throw, if you put this routine, you should be okay with your child concerning your teeth. Okay, doctor, ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കുട്ടീനെ. അപ്പൊ രാത്രിക്ക് ഉറങ്ങുന്ന സമയത്ത് കുട്ടീനെ ഫീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ഫീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ at the end of the feeding you must give him water at the end, because milk എന്ന് പറയുന്നത് is a very rich nutrition ആണ് for the bacteria inside the mouth. അപ്പോൾ അങ്ങനെ പാലൊക്കെ ആ ടൂത്ത് സർഫസസിന് മുകളിൽ കിടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് you're taking in chances for cavities. അപ്പം രാത്രിക്ക് പാല് കൊടുക്കുമ്പോൾ ആ കുട്ടി ഉറങ്ങുകയാണ്, പിന്നെ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും another thing you can do is ഇപ്പം ഒരു ചെറിയ പീസ് കോട്ടണോ തുണിയോ വെറ്റ് ചെയ്തിട്ട് ആ പല്ലിന്റെ സർഫസസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കൊച്ചിനെ ഓർക്കാം. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽക്കം. താങ്ക് യു. ഭാഗ്യ ചോദിച്ച ഒരു ക്വസ്റ്റനിൽ തന്നെ പല ആൻസേഴ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലേ ഡോക്ടർ? ഈ രാത്രി കിടക്കാൻ നേരത്തെ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നത് ഒരു ആക്ച്വലി അത് അങ്ങനെയാണ്. ഒന്നെങ്കിൽ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ആസ് എ മാറ്റർ ഓഫ് ease, at least let the child go to sleep. But one thing that parents must realize is that at the end of 2 years definitely this child has to learn the pattern of sleep without milk. Apam the earlier the better. Apam you might it might be very tiring, പക്ഷേ I feel in this case husbands have to take an equal responsibility. Definitely. Because ഒരു mother കുട്ടിയുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ definitely he or she is going to ask for milk. അപ്പം by 6 years, I mean by 6 months 8 months ഒക്കെ ആകുമ്പോഴത്തേക്കും if you can develop that habit in the child of sleeping without, because learning to sleep is like learning to do something. ഒരു routine ആണ് അല്ലേ, everyday routine. മാത്രമല്ല when a child gets up in the middle of the night trying to go back to sleep is something he or she has to learn by himself or herself at some point of time. പക്ഷെ ഇനിഷ്യലി നമുക്ക് ആ ഒരു അലപ്പ് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങ് പാല് കൊടുത്ത് നമ്മൾ, because everyone wants to sleep, but there will be a time when it won't work. But by then you have spoiled your child's teeth. Anyway you will not get proper sleep. Too much damage ആയി കഴിഞ്ഞു അല്ലേ? Correct. So it's always better inculcate good habits at a better age. Right. Doctor, now going back to orthodontics, pain-ന്റെ കാര്യം അതൊക്കെ എന്തായാലും we have to clear for a lot of our patients, because കുറേ പേര് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് within the family or the friend circle, അവർ ഒരു ഹെസിറ്റൻസ് കാണിക്കുന്നത് ഈ ഒരു പേടി ഉള്ളത് കൊണ്ടാണ്. വേദന ആൻഡ് അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ബ്രേസസ് അണിയുകയാണെങ്കിൽ 1 year മേ ബി 2 years വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഓരോ വിസിറ്റിലും അത് ടൈറ്റ് ആക്കുമ്പോഴുള്ള വേദനയാണെങ്കിലും അതൊക്കെ ഒരു പേടി സ്വപ്നമാണ് എല്ലാവരുടെയും. ഞാൻ പറയുന്നത് പിള്ളേരിൽ നമ്മൾ ചെയ്യുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അഡാപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം the same forces ആണെങ്കിലും they have less of a problem. പക്ഷേ main thing is that they will have pain for the first 1 week. Especially നമ്മൾ ബ്രേസസ് ഇടുമ്പം ആ ഒരു ഫസ്റ്റ് മന്ത് some people have problems for the first month, പക്ഷെ ഒരിക്കലും വേദന കാണത്തില്ല. വേദന will be there for typically 1 week. 3 to 5 days ആണ് നമ്മൾ പറയുന്ന orthodontic pain. അത് കഴിഞ്ഞിട്ട് it will come down. They won't have anything till the next visit when we are either changing the wire or tightening. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ അടുത്ത മാസത്തെ അടുത്ത വിസിറ്റ് വരുമ്പോഴത്തേനും അവർക്ക് പിന്നെയും വേദന വരുമായിരിക്കും for 3 to 5 days again. അത് കഴിഞ്ഞ് പക്ഷെ ഇതിനിടയ്ക്ക് വേദന വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ definitely they should come and meet the orthodontist as to why that pain is there. അത് abnormal ആണ് ആ ഒരു സമയത്ത്. It is not really very normal. എന്നാലും if they are getting a reassurance, ഒരു orthodontist reassurance കൊടുക്കുകയാണ് അത് കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ they can go ahead with the treatment. അപ്പം യൂഷ്വലി ഞാൻ അത് പറഞ്ഞ പോലെ എവറി ട്രീറ്റ്മെന്റ് വിസിറ്റോടാണ് 3 to 5 days വേദന കാണുന്നത്. അത് കഴിഞ്ഞിട്ട് there won't be any pain. അങ്ങനെ ആയിരിക്കും അതിന്റെ പെയിൻ threshold. It again depends between each individual. ഈ പെയിൻ ടീത്തിന്റെ പെയിൻ ആണല്ലോ ഡോക്ടർ? അത് ടീത്ത് മൂവ് ചെയ്യുമ്പോഴുള്ള പെയിൻ ആണ്. Exactly. Your teeth will feel sore. Right. ആ ഒരു ഫീലിംഗ് ആണ്. And some people have headaches. നമ്മൾ ആകെ പറയുന്നതെന്ന് പറഞ്ഞാൽ just take Panadol. Painkiller. Exactly, a normal painkiller. So you can, with that you can know the effect of, the level of pain. It is not too high. Correct. അപ്പോൾ നമ്മൾ പാനഡോൾ കൊടുക്കുക, എന്നിട്ട് പേഷ്യന്റ് യൂഷ്വലി നമുക്ക് അവർക്ക് നല്ലൊരു റിലീഫ് കാണും with the Panadol. Every 6 hours അല്ലെങ്കിൽ for the beginning. പിന്നെ കെയർ ഓഫ് ദി അപ്ലയൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൾക്കാരാണെങ്കിൽ എക്സാക്ട്ലി ബ്രേസസ് ആണെങ്കിൽ അവർ ഇടുമ്പം മെനി പീപ്പിൾ ദേ കനോട്ട് അഫോർഡ് ടു
have their oral hygiene നേരത്തെ പോലെ എങ്ങനെയായിരുന്നു അതുപോലെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളാണെങ്കിൽ ബ്രേസസ് ഇടുമ്പോൾ നമ്മുടെ സ്മൂത്ത് സർഫസസിലാണ് ഇടുന്നത്, നമ്മുടെ മുന്നിലാണ് ഇടുന്നത്. യൂഷ്വലി ദോസ് ഏരിയാസ് ഇൻ അവർ മൗത്ത് ഇസ് വെരി ഇമ്മ്യൂൺ to caries. ഒരിക്കലും അവിടെ cavities കാണാറില്ല ഒരിക്കലും കാണാറില്ല because it's smooth surface. Bacteria adhere ചെയ്യാനായിട്ടൊരു it's very slippery, they are not able to adhere. പക്ഷെ the moment we put braces, മുന്നിൽ നമ്മൾ braces ഇടുമ്പോൾ തന്നെ what's happening, it's becoming an attractant for our bacteria. അപ്പോൾ it's very important. ഇങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ എന്നും പറയാറുണ്ട്, ഒന്ന് കർശനമായിട്ട് നമ്മൾ പറയുന്നത് you have to maintain excellent oral hygiene. After every meal you must brush, keep your oral hygiene good. They have to be we are really strict with our oral hygiene. You know that at the end of the treatment their teeth might be straight, but exactly, so there's no point, right? Exactly. Okay, അപ്പോൾ we are in conversation with Dr. Reeba, orthodontist. കുറേ നല്ല കാര്യങ്ങൾ എനിക്ക് പോലും അറിയാത്ത പല വിഷയങ്ങൾ ഡോക്ടർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. Stay tuned. അടുത്ത ചെറിയൊരു ഇടവേളയാണ്. After the break we will still be in conversation with Dr. Reeba. Welcome back. We are in conversation with Dr. Reeba Mary Issac, who is an orthodontist at NMC Sunny Medical Center. ഡോക്ടർ നമ്മളോട് ഓർത്തോഡോണ്ടിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഡോക്ടർ നമ്മൾ സംസാരിച്ച പോലെ ഓർത്തോഡോണ്ടിക്സ് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രായം പറഞ്ഞിരുന്നു, 7 to 8 years ആ ഒരു സമയത്ത് അല്ലേ. പക്ഷേ ഡോക്ടർ പലപ്പോഴും കുട്ടികൾക്ക് മേ ബി ദേ ഡോണ്ട് റിയലൈസ് അവർക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബൈറ്റിലുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ആവാം, വേദന അല്ലാത്ത പ്രോബ്ലംസ്, സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ. സോ ഹൗ ക്യാൻ എ പേരന്റ് ഐഡന്റിഫൈ ദാറ്റ്? ഇപ്പോൾ കുട്ടിക്ക് ജോസിൽ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പല്ലിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. യൂഷ്വലി പേരൻസിന് most of the time they will be it will be striking, the difference will be striking. But even then, if they have a doubt, if they are in doubt, it's always better they go to a general dentist or a pediodontist. ആരെങ്കിലും എടുത്ത് ചെന്നിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുന്നത് is always best. I wouldn't say go straight to an orthodontist. ആ കൊച്ചിനെ ട്രീറ്റ് ചെയ്യുന്ന ഡെന്റിസ്റ്റ് ആണെങ്കിലും മതി. You can always ask, can you please check the bite? Usually the dentists do that as a part of their treatment planning. പക്ഷേ if മോസ്റ്റ്ലി ഇങ്ങനത്തെ റെഫറൽസ് ഒക്കെ വരുന്നത് ജനറൽ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ പീഡിയോഡോണ്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നായിരിക്കും. സോ അവരുടെ ആ കാണിക്കുന്ന ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കാണിച്ചാലും മതി, to get the proper diagnosis. എന്തെങ്കിലും എന്താ പറയുക ഡോക്ടർ, ഫിസിക്കലി എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് അറിയാൻ പറ്റുമോ? അപ്പോൾ കുട്ടിയുടെ പല്ല് ശരിയല്ല, ജോസിൽ പ്രശ്നമുണ്ട്, അതായത് നമുക്ക് നോട്ടീസ് ചെയ്യാം ആസ് എ നോർമൽ പേഴ്സൺ, ആസ് എ ലേമാൻ നമുക്ക് കാണുമ്പോൾ ഒന്ന് കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് കാണാൻ പറ്റും? ഇപ്പം മുന്നിലത്തെ പല്ല് അല്ലെങ്കിൽ മേൾത്താടി ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ what happens is the person won't be able to close his or her lips. It'll be all ചുണ്ട് ഇങ്ങനെ മുട്ടിക്കാൻ പാടായിരിക്കും. ഇങ്ങനെ എന്നും അത് തുറന്നു തന്നെ ഇരിക്കും. ഉറങ്ങുമ്പോൾ യെസ്, ദാറ്റ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഒരു ഹാബിറ്റിനേ ഉള്ളൂ. പക്ഷേ പിന്നെയും there are മൗത്ത് ബ്രീതേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെന്റ് എൻറ്റിറ്റി. മൗത്ത് ബ്രീതേഴ്സ് ഉണ്ട്. അപ്പം മൗത്ത് ബ്രീതിങ് ആണെന്നുണ്ടെങ്കിൽ പോലും we should get to know what is the reason why they are having a mouth breathing. Avarku genuinely anatomic causes undo, any obstructive reasons undo, ado lip as such short aano, angane okke uttiri kaaranangal why they have so. Apam ഒരു ലിപ്പ് ഇൻകംപീറ്റൻസ് കണ്ടുകൊണ്ട് അതിന് ഒരു ജോ പ്രോബ്ലം ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ മൈറ്റ് ബി മെനി റീസൺസ് വൈ ദ ലിപ്പ് ഇസ് ഇൻകംപീറ്റന്റ്. പിന്നെ അനദർ തിങ് ഇസ്, ഇപ്പം കീഴ്ത്താടി ഒത്തിരി ബാക്കിലോട്ട് ആണെന്നുണ്ടെങ്കിൽ ദ ചൈൽഡ് വിൽ ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഒരു ബണി ലുക്ക്. അപ്പൊ അങ്ങനത്തെ പിള്ളേരിലൊക്കെ ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ദം ടു an orthodontist as early as possible. And ഇപ്പം കീഴ്ത്താടി വലുതാണെന്നുണ്ടെങ്കിൽ you can get to know our chin will be so obvious. Sometimes ആ ചിന്ന് നീണ്ടു നിൽക്കുവാണെങ്കിലും many times it will be the upper jaw which is at fault. അതിന്റെ ഗ്രോത്ത് ചിലപ്പം കുറവായിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക, അതാണ് വേണ്ടത്. സോ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കൊക്കെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഡോക്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? As I told you before, ഒരു ഗ്രോയിങ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ we will have growth modification appliances. അപ്പം that looks very different from the braces that we use. അപ്പൊ അതൊരു ബ്രേസസ് ട്രീറ്റ്മെന്റേ അല്ല. നമ്മൾ സാധാരണ ഗതിയിൽ ഒരിക്കലും ബ്രേസസ് ഒരു പാൽപ്പല്ലിന് ഇടുകയില്ല.
അപ്പം നമ്മൾ സാധാരണ ബ്രേസസ് ഇടുന്നത് പെർമനന്റ് ടീത്തിലാണ്. അപ്പം ഈ ഗ്രോത്ത് മോഡിഫൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ അപ്ലയൻസസ് കൊടുക്കുകയുള്ളൂ. ഇത് ഇടുന്നത് മിൽക്ക് ടീത്തിലാണ് അല്ലേ ഡോക്ടർ? It depends upon what stage they come in. Right. Okay. It can be a combination of milk teeth as well as permanent teeth. രണ്ടും ആവാം. അപ്പം തീരെ കുഞ്ഞു പിള്ളേരിൽ അത്രയും നമ്മൾ ചെയ്യില്ല. By the time the child is 7 or 8, he or she has already had a mixture of both permanent as well as milk teeth. അപ്പം ആ ഒരു സ്റ്റേജിലാണ് ആൾക്കാർ വരുന്നത് ആൻഡ് നമ്മൾ ഗ്രോത്ത് മോഡിഫിക്കേഷൻ ചെയ്യുന്നതും. ഇങ്ങനത്തെ ആൾക്കാർ ബേസിക്കലി അവർക്കൊരു മോർ സിവിയർ പ്രോബ്ലം ഒരു ലെസ് സിവിയർ പ്രോബ്ലം ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. Mostly they may need orthodontic treatment also, I mean braces treatment also. പക്ഷേ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് will be comparatively short. ബിക്കോസ് നമ്മളൊരു ലെസ് സിവിയർ പ്രോബ്ലമിലോട്ട് നമ്മൾ മാറ്റി അതിനെ. അപ്പം ബ്രേസസ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അഡൾട്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ദ മെറ്റൽ ഷോ. നമ്മൾ മെറ്റൽ ബ്രേസസ് ഇടും. whereas for children it doesn't really matter. അത് aesthetics അത്ര പ്രശ്നമാവുന്നില്ല. മെറ്റൽ ബ്രേസസ് എന്ന് പറയുമ്പോൾ there are pros and cons for every modality of treatment. നമ്മുടെ ഇപ്പം മെയിൻ ഗോൾ എന്ന് പറയുന്നത് is a good smile and a functional bite. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ is just one is not better than the other. Everything has got its own pros and cons. അപ്പോൾ one എന്ന് പറയുന്നത് is metal braces which has been standard and it has been used since a very long time. It is definitely a gold standard. ഇപ്പം അത്രയും മെറ്റൽ ഷോ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് there is ceramic braces. Ceramic braces എന്ന് പറയുമ്പം പല്ലിന്റെ കളറിലായിരിക്കും ആ ബ്രേസസ്. എക്സാക്ട്ലി. അപ്പം അത്രയും ഒരു മെറ്റൽ ഷോ വരുന്നില്ല. മൂന്നാമത്തെ വേറൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബ്രേസസ് ഇടാൻ പറ്റും ഉള്ളിന്ന്, ആസ് ഇൻ ഫ്രം വിതിൻ. behind the teeth. Correct. Appo adine lingual braces nu vilikkum. And finally the last one which is more what do you say, more advanced is clear aligners. Clear aligners nu parayumbom it looks like a plastic tray which is suited just for that patient. എന്നിട്ട് നമ്മളാണെങ്കിൽ അതിന്റെ സ്കാൻ അല്ലെങ്കിൽ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ട്രീറ്റ്മെന്റ് പ്ലാനിങ് ചെയ്യും. For the full course of treatment. നമ്മൾ നേരത്തെ ട്രീറ്റ്മെന്റ് പ്ലാനിങ് ചെയ്തിട്ട് പിന്നെ ആ നമ്മൾ ഒരു സെറ്റ് ഓഫ് അലൈനേഴ്സ് കിട്ടും. പിന്നെ that patient is asked to wear it for like 1 to 1.5 weeks and ask him to change slowly. അപ്പം every time they deal with 1 or 2 movements alone. അപ്പം over a course of time, as you wear your aligners you will get your teeth back. Exactly. പക്ഷേ mind you, one is not better than the other. These are simply different modalities of treatment for the same goal. Depending upon what your wishes and desires are and what all can be achieved in you. Because nammade ee case it also depends upon the complexity of the case. ശരിയാണ്. Very complex cases, it's always any orthodontist would like to put normal metal braces because they or ceramic braces ittu namukku ane treat cheyanana any orthodontist താല്പര്യപ്പെടുന്നത്. Because if it's a very complex case, illa there are orthodontists who do it with clear aligners as well. It all depends upon patient compliance and patient desires. Preference അനുസരിച്ചാണ് അല്ലേ? Okay, doctor, now a lot of oral issues നമ്മുടെ ഹൈജീൻ റിലേറ്റഡ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാവിറ്റി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും. പക്ഷെ ചിലത് ഇപ്പൊ എസ്തെറ്റിക് ട്രീറ്റ്മെന്റിൽ പെടുന്നതാണ്, ലൈക്ക് ഇഫ് യു ഹാവ് ഇറെഗുലർ ടീത്ത് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ വെൻ ഇറ്റ് കംസ് ടു ദി എസ്തെറ്റിക്സ് പാർട്ട് ഓഫ് ഓർത്തഡോണ്ടിക്സ്, എടമ്പല് വരുന്ന ഉണ്ടല്ലോ, ലൈക്ക് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ like extra teeth. ചിലർക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. And sometimes it looks really cute, especially on children or girls especially. ആ ചിരിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇടമ്പല് വന്നു കഴിഞ്ഞാൽ. പക്ഷെ അത് functionally does it cause any hindrance നമ്മുടെ health related? ഇപ്പം യൂഷ്വലി നമ്മൾ ഇടമ്പല്ലെന്ന് പറയുമ്പോൾ തന്നെ what exactly it is. Is it really an extra tooth? Or is it a tooth which is crowded out? Right. ഇപ്പൊ നേരത്തെ ഞാനൊരു കോളറിന്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ canines may not even erupt if there is no space. So usually the tooth that gets crowded out is the canine. And അപ്പോഴാണ് അത് ആൾക്കാർ ചിലപ്പം ഇടമ്പലെന്ന് വിളിക്കാം. Exactly. That clearly shows that ആ ഒരു കുട്ടിക്ക് that much എന്താ പറയുന്ന the tooth size and archന്റെ ബോണിന്റെ arch length discrepancy ഉണ്ട്. That clearly ഇല്ലെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഒരു നിറയെ വരാനുള്ള കാര്യമുള്ളൂ. But it comes out because it's showing shortage of space.
അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് എൻ എക്സ്ട്രാ ടൂത്ത്, ഇറ്റ്സ് എ മച്ച് നീഡഡ് ടൂത്ത്. ആൻഡ് കെനൈൻ എസ്പെഷ്യലി പറയുമ്പം ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ടൂത്ത് ഫോർ യുവർ സ്മൈൽ, ബിക്കോസ് ദാറ്റ്സ് യുവർ കോർണർ ഓഫ് യുവർ സ്മൈൽ. അപ്പം ഗെറ്റിംഗ് ദാറ്റ് ഇൻ ടു ദ റൈറ്റ് പൊസിഷൻ ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓൾസോ അല്ലേ. സോ അതിന് മെറ്റൽ ബ്രേസസ് ആണോ ഡോക്ടർ? എനിത്തിങ് ഐ വുഡ് സേ you can do anything. ഞാൻ പറഞ്ഞ പോലെ തന്നെ all these things can easily be done with all these kind of appliances, just depending upon your treatment needs. But ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ complex cases, sometimes ചില പിള്ളേരിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ canines might be impacted എന്ന് പറയുമ്പോൾ it fails to erupt either because space shortage ആയിരിക്കും, അല്ലെങ്കിൽ ഒരു totally different place ആയിരിക്കും in the arch. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ we use traditional braces, metal braces അല്ലെങ്കിൽ ceramic braces, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ റീബോട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ വിളിക്കുന്നേ? എന്റെ പേര് സോനിയ എന്നാണ്. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാ വിളിക്കുന്നേ. സോനിയ? അതെ. സോനിയ, ഡോക്ടർ അടുത്ത് സംസാരിച്ചോളൂ കേട്ടോ. ഓക്കെ. ഹലോ ഡോക്ടറെ, ഞാൻ എന്റെ മോക്ക് വേണ്ടിയാ വിളിക്കുന്നേ. മോക്ക് 1.5 വയസ്സായി. മോളുടെ പല്ലിലെല്ലാം ബ്ലാക്ക് കളർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ബ്ലാക്ക് കളർ സ്പോട്ട് പോലെ ഇങ്ങനെ ബ്ലാക്ക് കളർ സ്പോട്ട്സ് വരുന്നുണ്ട് എല്ലാ ടീത്തിലും. അപ്പൊ അത് എന്തെങ്കിലും വിറ്റാമിൻസിന്റെ കുറവ് കൊണ്ടാണോ? പിന്നെ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാനും സമ്മതിക്കാറില്ല മോള്. അതുകൊണ്ട്. മോള് എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. 1.5 വയസ്സ്. എന്താ ബ്ലാക്ക് സ്പോട്ട്സ്? അതെ. ഓക്കെ. അപ്പം അത് എവിടെയൊക്കെയാ കാണുന്നത്? അത് പല്ലിന്റെ മുൻഭാഗത്ത് തന്നെ കാണാറുണ്ട്? ആദ്യം ബാക്ക് സൈഡിലായിരുന്നു, പിന്നെ ഇപ്പൊ ഫ്രണ്ട് സൈഡിലും അതിങ്ങനെ വരുന്നുണ്ട്. സ്പ്രെഡ് ആയിരിക്കും അത്. ഏതൊക്കെ പല്ലുകളാണ് അത് എഫക്ട് ചെയ്തിരിക്കുന്നത്? താഴത്തെ ഫ്രണ്ട് ടീത്തിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഫ്രണ്ട് ടീത്തിനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഫ്രണ്ട് ടീത്ത് മീൻസ് താഴത്തെ ആണോ മേളത്തെ ആണോ? അത് രണ്ടും? മേളിലും താഴെയും ഉണ്ട് ഡോക്ടറെ. മേളിലും താഴെയും അത് വരുന്നുണ്ട്. അപ്പം ദിസ് യൂഷ്വലി സീംസ് ലൈക്ക് റാമ്പന്റ് കേരീസ് എന്ന് പറയുമ്പോൾ അഗൈൻ ഇത് ഒരു വിറ്റമിൻ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഒരു മിനറൽ ഡെഫിഷ്യൻസിയും കൊണ്ടല്ല സാധാരണ ഇത് ഉണ്ടാവുന്നത്. ഇറ്റ്സ് പ്ലെയിൻ ഓറൽ ഹൈജീൻ. നമ്മൾ എസ്പെഷ്യലി നമ്മൾ പിള്ളേരിലൊക്കെ നമ്മൾ ഈ സ്റ്റിക്കി ഫുഡ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദി ബ്രഷ് ദെയർ ടീത്ത് പ്രോപ്പർലി. എസ്പെഷ്യലി കിടക്കുന്നതിന് മുന്നേ ഓൾവേസ് മേക്ക് ഷുവർ ഒരു കൊച്ച് കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ സലൈവ റേറ്റ് അല്ലെങ്കിൽ സലൈവ പ്രൊഡക്ഷൻ ഇസ് ഓൾവേസ് ലെസ്. സലൈവ നമുക്ക് വേണ്ടി ഒരു ദാറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ വെൻ വി ആർ അവേക്ക് സലൈവ ഇസ് മോർ. അപ്പം ദാറ്റ് പ്രൊട്ടക്ട്സ് അവർ ടീത്ത്. പക്ഷെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഉറങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് മെനി ടൈംസ് വി നോട്ടീസ് ദാറ്റ് അവർ മൗത്ത് ഇസ് ഡ്രൈ. അപ്പം ദാറ്റ് ക്ലിയർലി ഷോസ് ദാറ്റ് ദ ബാക്ടീരിയ ക്യാൻ അറ്റാക്ക് മോർ. അപ്പം എന്നും ഉറങ്ങുന്നതിന് മുന്നേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എ ചൈൽഡ് ബ്രഷസ് ഹിസ് ഓർ ഹെർ ടീത്ത്. ഇപ്പം അതിന് ബ്ലാക്ക് സ്പോട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇറ്റ്. എസ്പെഷ്യലി മോളിപ്പം 1.5 വയസ്സേ ആയിട്ടുള്ളൂ. It is no time for any of the permanent teeth to come. She still has to go for a long time. അപ്പം എത്രയും വേഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നെങ്കിൽ അതിൻ്റെ ക്യാവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക, ഇല്ല റൂട്ട് കനാൽ അവർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ that clearly shows that അപ്പോൾ അത്രയ്ക്കും അത് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരു ഡോക്ടറെ വന്ന് കണ്ടോളൂ കേട്ടോ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡോക്ടർ റീബയുടെ ഡീറ്റെയിൽസും കൺസൾട്ടേഷൻ ടൈമിംഗ് ഒക്കെ പറഞ്ഞുതരും. അപ്പൊ ഡോക്ടർ വന്ന് കാണുന്നതായിരിക്കും നല്ലത് അല്ലേ ഡോക്ടർ? താങ്ക് യു. Okay, so that was Dr.Reeba Mary Issac with us today on the Care and Cure segment. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഡ് പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഹെൽത്ത് ആണ് നമ്മൾ സംസാരിച്ചത്, വിച്ച് ഇസ് ഡെന്റൽ ഹൈജീൻ ആൻഡ് ഹെൽത്ത് ആൻഡ് സ്പെസിഫിക്കലി ഓർത്തോഡോണ്ടിക്സ്. അതിൽ വരുന്ന ഓർത്തോഡോണ്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓൾ യു നീഡ് ടു ഡു ഇസ് എപ്പോഴും പറയുന്ന പോലെ യു ജസ്റ്റ് നീഡ് ടു ടെക്സ്റ്റ് us on our വാട്സ്ആപ്പ് നമ്പർ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടൈമിങ്സ്, കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. Thank you so much, Dr.Reeba. It was a pleasure talking to you today. Same here. So, അതോടെ നമ്മുടെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റും അവസാനിച്ചിരിക്കുകയാണ്. ആൻഡ് വിമൻസ് എറ ഓൾസോ കംസ് ടു എ ക്ലോസ് ടുഡേ. ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സൺഡേ ഞാനും ആത്രയും 1 o'clock ഓൺ ദ ഡോട്ട് ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. സോ വി വിഷ് യു ഓൾ എ വെരി ഹാപ്പി, ഹെൽത്തി ആൻഡ് റിലാക്സ്ഡ് വീക്കെൻഡ്.